മണിപ്പൂരിൽ വീണ്ടും സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടു. ബിഷ്ണുപൂരിൽ ജനക്കൂട്ടം 2 ട്രക്കുകൾക്ക് തീവച്ച് നശിപ്പിച്ചു. ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചെന്നും വാർത്ത. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്നും ഈ വാർത്ത അപ്ഡേറ്റ് ചെയ്യുന്നു. പറയൂ നിതിൻ, ഏറ്റവും സങ്കടകരമായ വാർത്തയാണ്. മണിപ്പൂരിൻ്റെ ഹൃദയത്തിലുണ്ടായ മുറിവിന് ഇപ്പോഴും മുറിവ് ഉണങ്ങുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അപ്ഡേറ്റ് ചെയ്യൂ. എസ്കെൻ കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി മണിപ്പൂരിൽ ഇത്തരത്തിൽ അശാന്തിയോടുകൂടി തന്നെയാണ് പോകുന്നത്. മണിപ്പൂരിലേറ്റ മുറിവ് ഇതുവരെ ഉണങ്ങിയിട്ടില്ല എന്നത് ഏറെ ദുഃഖകരമായ ഒരു കാര്യമാണ്. കാരണം മെയ്ത്തികളും കുക്കികളും തമ്മിലുള്ള സംഘർഷം സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും ഇപ്പോഴും തുടരുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി ബിഷ്ണുപൂരിലാണ് ഈ ട്രക്കുകൾക്ക് തീയിട്ടൊരു സാഹചര്യമുള്ളത്. നമുക്കറിയാം, ബിഷ്ണുപൂർ, ചുരാചന്ദ്പൂർ ഈ 2 ജില്ലകൾ അതിർത്തി പങ്കിടുന്ന മേഖലയിൽ ഇരു ആളുകളും, കുക്കികളും മെയ്ത്തികളും അവിടെ നിലയുറപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്ത് തന്നെ മറ്റൊരു അതിർത്തി സൃഷ്ടിച്ച നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്നലെ ബിഷ്ണുപൂരിൽ 3 മണിയോടുകൂടിയാണ് ഈ ട്രക്കുകൾക്ക് തീയിട്ടത്. 4 ട്രക്കുകൾ ചുരാചന്ദ്പൂരിലേക്ക് പോകുന്ന വഴി ബിഷ്ണുപൂരിലെ ഒരു സ്ഥലത്ത് അവിടെ പാർക്ക് ചെയ്യുകയായിരുന്നു. പിന്നീട് ജനക്കൂട്ടം അവിടെ എത്തി ഡ്രൈവറെ ചോദ്യം ചെയ്തു. എങ്ങോട്ടേക്ക് പോകുന്ന ട്രക്കുകളാണെന്ന് മനസ്സിലാക്കിയ ശേഷമാണ്, ചുരാചന്ദിലേക്ക് പോകുന്ന ട്രക്കാണെന്ന് മനസ്സിലാക്കിയ ശേഷമാണ് ജനക്കൂട്ടം ഈ ട്രക്കുകൾക്ക് നേരെ തീയിട്ടത്. 4 ട്രക്കുകൾ ഉണ്ടായിരുന്നു. അതിൽ 2 ട്രക്കുകൾക്ക് തീയിട്ടു. അതിൽ ഒരു ട്രക്ക് പൂർണ്ണമായും നശിച്ചു, മറ്റൊരു ട്രക്ക് ഭാഗികമായി നശിച്ചു. ഇതിൽ ഒരു ബ്രിഡ്ജുമായി ബന്ധപ്പെട്ട നിർമ്മാണ സാമഗ്രികൾ ചുരാചന്ദ്പൂരിലേക്ക് കൊണ്ടുപോകുന്ന ട്രക്കിന് നേരെയാണ് ഇത്തരം അക്രമം ഉണ്ടായത്. ജനക്കൂട്ടം തീയിട്ടതിനു പിന്നാലെ കേന്ദ്ര സംസ്ഥാന സേനകൾ അവിടെ എത്തി. പിന്നീട് ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ കണ്ണീർവാതകം പ്രയോഗിക്കുകയായിരുന്നു. ഏറെ നേരം സുരക്ഷാ സേനയും അതോടൊപ്പം തന്നെ ജനക്കൂട്ടം തമ്മിൽ വലിയ സംഘർഷം ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ജനക്കൂട്ടം പിരിഞ്ഞുപോയത്. ഇപ്പോൾ ബിഷ്ണുപൂർ, ചുരാചന്ദ്പൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ സുരക്ഷാ സേനയടക്കം വിന്യസിച്ചാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും സംസ്ഥാനത്ത് ഇപ്പോഴും അശാന്തി നിലനിൽക്കുന്നു എന്നതിനാണ് ഈ സംഭവത്തെ സൂചിപ്പിക്കുന്നത്. ഇന്നലെ മുഖ്യമന്ത്രിയുടെ വസതിക്ക് സമീപമുള്ള സെക്രട്ടേറിയറ്റിലെ ഒരു ഭാഗത്ത് ഇത്തരത്തിൽ തീപിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന്റെ അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ബിഷ്ണുപൂരിലും ഇത്തരം ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി ബീരേൻ സിംഗ് അടക്കം ശക്തമായ നടപടിയെടുത്ത് മുന്നോട്ട് പോകുമെന്ന് വ്യക്തമാക്കുമ്പോഴും യാതൊരു തരത്തിലും ഇപ്പോൾ ഈ അക്രമങ്ങളോ അല്ലെങ്കിൽ കലാപമോ കെട്ടിടക്കാനുള്ള നടപടികൾ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ഒടുവിലത്തെ സംഭവം അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ബിഷ്ണുപൂർ, ചുരാചന്ദ്പൂർ അടക്കമുള്ള മേഖലകളിൽ ഇപ്പോഴും പലയിടങ്ങളിലും കലാപത്തിന്റെ ശേഷിപ്പുകൾ ഇപ്പോഴും തുടരുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെ ഇരു വിഭാഗങ്ങളും, മെയ്ത്തികളും കുക്കികളും നിലയുറപ്പിച്ച് തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. SKN നിതിൻ അംബുജൻ.